നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് പ്രപഞ്ചത്തിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ദ്രവ്യവും ഊർജവും. അതുകൂടാതെ ഉള്ളത് അവബോധമാണ്. ഈ ദ്രവ്യം അല്ലെങ്കിൽ ഊർജം, ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് ശക്തി എന്ന് പറയും. അവബോധത്തിനെ ബോധം അല്ലെങ്കിൽ അവബോധം എന്ന് തന്നെ പറയും. ഇത് രണ്ടിന്റെയും പൂർണ്ണത, സമ്പൂർണത ഒരുമിച്ച് ചേർന്ന പ്രതിഭാസമാണ് ദൈവം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ദൈവം പ്രപഞ്ചമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതിന് വിഷ്ണു സഹസ്രനാമത്തിന്റെ തുടക്കവും പറഞ്ഞു, വിശ്വം വിഷ്ണു. അപ്പൊ ഈക്വലിട്ട് പോകണമെങ്കിൽ വിശ്വം തന്നെയാണ് വിഷ്ണു. യുക്തിവാദികള് വിശ്വം ഉണ്ടെന്ന് പറയുന്നു, പ്രപഞ്ചം ഉണ്ടെന്ന് പറയുന്നു. അത് തുടങ്ങിയിട്ടില്ല, അത് എന്നും ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് അതിനൊരു തുടക്കം പറയാൻ പറ്റില്ല. അത് അനാദിയാണ് എന്ന് യുക്തിവാദികൾ സമ്മതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവവും അനാദിയാണ് എന്ന് ദൈവവിശ്വാസികളും അവരുടെ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. പിന്നീടോ ഇപ്പോഴും പ്രപഞ്ചമുണ്ട്. ഈ പ്രപഞ്ചത്തെ ദൈവമായി കരുതിയാൽ ദൈവമുണ്ട്. യുക്തിവാദികൾക്ക് അത് അംഗീകരിക്കാതെ നിവൃത്തിയില്ലാതെ വരും. കാരണം ഉള്ളതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിനെയാണ് ആക്ച്വലി ശരിയായ വിധത്തിൽ ദൈവഭക്തരായിട്ടെല്ലാം ദൈവശാസ്ത്ര വിധേയമായിട്ട് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രപഞ്ചം ഉള്ളത് കൊണ്ട് തന്നെ ദൈവമുണ്ട്, പ്രപഞ്ചവും ദൈവവും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയുടെ വാദം, അവരുടെ വിശ്വാസം സത്യമാകുന്നു. സത്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചിന്തകൾ ആണ് വിശ്വാസങ്ങൾ. അതിന് ശാസ്ത്രീയമായ അടിത്തറയുടെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മള് ആ ദൈവം എന്തെന്ന് തേടി ചെന്നപ്പോൾ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ എല്ലാ മതത്തിലെയും ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം സ്ഥാപിക്കുന്നത് അത് പ്രപഞ്ചമെന്നാണ്. അതിന്റെ പ്രാഥമിക ഉദാഹരണമാണ് വിഷ്ണു സഹസ്രനാമം. വിശ്വം വിഷ്ണു, പ്രപഞ്ചമാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പൊ വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തെ വിശ്വസിക്കുന്നവരെല്ലാം ആക്ച്വലി ഈ പ്രപഞ്ചത്തിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, പ്രപഞ്ചത്തെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി ദൈവമുണ്ട് എന്ന് അനായാസം നമുക്ക് പറയാം. നമ്മുടെ പ്രതിപാദ്യ വിഷയം മതങ്ങൾ എല്ലാം തന്നെ ഒന്നാണ്. ഓരോ മതത്തിലും വ്യത്യസ്തമായി പ്രതിപാദിക്കുന്ന ദൈവങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് മതസ്പർദ്ധ ഇല്ലാതെ, പരസ്പര വിദ്വേഷങ്ങളില്ലാതെ മനുഷ്യൻ അന്യന്റെ മതത്തെയും അന്യന്റെ ദൈവത്തെയും ആദരവോടെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന ഒരു മാനസികാവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ സമാധാനം പുലരാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അവിടെ ദൈവത്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞു, ദൈവത്തിന്റെ രൂപപരിണാമങ്ങൾ എന്ന സബ്ജക്റ്റ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ എന്താണ് ദൈവം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ഇനി ഈ ദൈവം സ്വാഭാവികമായിട്ട് പള്ളിയിലും മസ്ജിദിലും ക്ഷേത്രത്തിലും ഒക്കെ ഇരിക്കുന്ന ദൈവം ഒന്നാണോ? ദൈവത്തിന്റെ അസ്തിത്വം ഇപ്പൊ വ്യക്തമായി അതൊന്നാണ്, പ്രപഞ്ചമാണ് ദൈവം. പ്രപഞ്ചം ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അനുഭവ തലത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു വിശ്വാസത്തിന്റെ ആവശ്യമില്ല. പ്രപഞ്ചം ഉണ്ടെന്നുള്ളത് സത്യമായതുകൊണ്ട്, അതിന് സത്യമെന്ന് തെളിയിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് വിശ്വാസത്തിന് പ്രസക്തിയില്ല അവിടെ. പിന്നെ അതിനെ നമ്മൾ ദൈവമെന്ന് വിളിക്കുമ്പോൾ ദൈവം ഉണ്ടെന്നുള്ളതിനും പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. സത്യമായ ഒരു പ്രസ്താവന മാത്രമായി അതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഈ ദൈവങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെ? ഹിന്ദു മതത്തിലെ ഒരാളെ ദൈവത്തെ വിളിക്കുന്നു, ക്രിസ്ത്യൻ മതത്തിലെ ഒരാളെ ദൈവത്തെ വിളിക്കുന്നു, മുസ്ലിം മതത്തിലെ ഒരാളെ ദൈവത്തെ വിളിക്കുന്നു. ഈ മൂന്ന് മതത്തിലെയും ദൈവങ്ങൾ ഒരേ സ്വഭാവം കാണിക്കുകയാണ്. അവരൊരേ സമയം സർവശക്തനുമായിരിക്കുമ്പോൾ അവരൊന്നായിരിക്കും. നമ്മൾ സർവശക്തിത്വം രണ്ടു പേർക്ക് വരാൻ കഴിയില്ല എന്ന മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ ഒരേ സ്വഭാവം കാണിക്കുകയോ ഇല്ലയോ എന്നൊന്ന് നോക്കിയാലോ. എത്രയോ ആൾക്കാര് വിവാഹിതരായതിനു ശേഷം സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ട് കുട്ടികളില്ല. അവസാനം ചികിത്സകളെല്ലാം ചികിത്സകളെല്ലാം മതിയാക്കി ഏതെങ്കിലും ദൈവശക്തിയെ അവരാശ്രയിക്കും. ഹിന്ദുക്കളെ സംബന്ധിച്ച് പ്രധാനമായിട്ടൊക്കെ വരുന്നത് മണ്ണാറശാല പോയി ഉരുളി കമിഴ്ത്തും, ഗുരുവായൂർ പോയി ഭജനമിരിക്കും. അങ്ങനെ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ആരായും. ക്രിസ്ത്യൻ സമൂഹം പ്രാർത്ഥിക്കും. വളരെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന പല പള്ളികളിലും അവർ പോകും.
മുസ്ലിം സമുദായവും അതുപോലെ ദൈവത്തെ ആശ്രയിക്കും. അങ്ങനെ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. അവര് മണ്ണാറശാല ഉരുളി കമിഴ്ത്തിയത് കൊണ്ട് സന്താനം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ഉരുളി കമിഴ്ത്തിയതിനു ശേഷം സന്താന ഭാഗ്യം സിദ്ധിച്ചവർ, ഗുരുവായൂരിൽ പോയി ഭജനമിരുന്നതിന് ശേഷം സന്താന ലബ്ധി സിദ്ധിച്ചവർ, പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം സന്താന സിദ്ധി ലഭിച്ചവർ, മസ്ജിദുകളെ ആശ്രയിച്ച് ആരാധന നടത്തിയതിൻ്റെ ഇത് മൂലം നടത്തിയതിന് ശേഷം സന്താനങ്ങളെ ലഭിച്ചവർ. അപ്പൊ ദൈവ സന്നിധാനങ്ങളെ, ദൈവ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നു. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ദൈവ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നവർക്കും അനുഭവ സാക്ഷ്യത്തിൽ സന്താന ഭാഗ്യം ലഭിച്ചവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ സന്താന ഭാഗ്യം എന്നുള്ളതിനെ സൗഖ്യം, രോഗശാന്തി സൗഖ്യം എന്ന് പറയാം. അത് ലഭിച്ചവർ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയി ഒരുപാട് പേരുണ്ട്, പോയി അത് സിദ്ധി നേടിയവരുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ പോയി നേടിയവരുണ്ട്, മുസ്ലിം വിശ്വാസത്തിൽ പോയി അനുഭവിച്ചവരുണ്ട്. അപ്പൊ ദൈവം 3 സ്ഥലത്തും വ്യത്യസ്തരാണെങ്കിൽ അനുഭവം വ്യത്യസ്തമാകണ്ടേ? ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇത് വിശ്വാസപരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമല്ല, വിശ്വാസപരമായ ഒരു കാര്യമാണ്. ശാസ്ത്രീയവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ശാസ്ത്രത്തിൽ ആ വസ്തുത തെളിയിക്കപ്പെടും, പരീക്ഷണാർത്ഥം തെളിയിക്കപ്പെടും. അങ്ങനെ അത് സത്യമാണെന്ന് വെളിച്ചത്ത് വരും. വിശ്വാസത്തിൽ അങ്ങനെ പരീക്ഷണാർത്ഥമുള്ള തെളിയിക്കലൊന്നുമില്ല. അതിനെ സത്യമാണെന്ന് നമ്മളങ്ങ് വിചാരിക്കും. അപ്പോഴത് വിശ്വാസം. ആ വിചാരമാണ് വിശ്വാസം, ആ ചിന്തയാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസപ്രകാരം ഹിന്ദു ദേവാലയങ്ങളിൽ പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ക്രിസ്ത്യൻ ദൈവലയത്തിൽ പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നു. വിശ്വാസപ്രകാരം മുസ്ലിം ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ ഹിന്ദു ദേവാലയത്തിൽ ഇരിക്കുന്ന ദൈവവും ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇരിക്കുന്ന ദൈവവും മുസ്ലിം ദേവാലയത്തിൽ ഇരിക്കുന്ന ദൈവവും ഭക്തരുടെ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന സഫലമാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പൊ പൊതുവായി ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. തന്നെ അവരവരെ സമീപിക്കുന്നവരെ അവരനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് 3 സ്വഭാവമുള്ള ആള് അല്ല, ഒരു സ്വഭാവമുള്ള ആളിനെയാണ് 3 തരത്തിൽ നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ദൈവത്തെ നമ്മൾ എല്ലാവരും സൃഷ്ടികർത്താവ് എന്ന് വിളിക്കും. ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏത് മതത്തിൽപ്പെട്ട ദൈവവിശ്വാസി. അപ്പൊ ദൈവത്തെ സൃഷ്ടികർത്താവ് എന്ന് വിളിക്കുമ്പോൾ അതിന് ഹിന്ദുക്കൾ കൊടുത്തിരിക്കുന്ന പേര് ബ്രഹ്മാവ് എന്നാണ്. അതേസമയം ക്രിസ്ത്യാനികൾ കർത്താവ്, കർമ്മം നിർവഹിക്കുന്നവനാണ് കർത്താവ്, സൃഷ്ടി കർമ്മം നിർവഹിച്ചവൻ കർത്താവ്. മുസ്ലിങ്ങൾ ഖാലിദ് എന്ന് പറയും സ്രഷ്ടാവിനെ. അപ്പൊ ഇത് 3 ഒന്നല്ലേ? ഈ സൃഷ്ടിയെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട, അല്ലെങ്കിൽ ആദ്യം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ആ സൃഷ്ടിയെ മുഴുവൻ പരിപാലിക്കപ്പെടും. രക്ഷിക്കപ്പെടണമെങ്കിലും ദൈവം വേണം. ദൈവമേ രക്ഷിക്കണേ എന്നതാണ് പ്രാർത്ഥന. മതരഹിതമായ പ്രാർത്ഥന ഏതെടുത്താലും ദൈവമേ രക്ഷിക്കണേ എന്നുള്ളതാണ്. അപ്പൊ രക്ഷകർത്താവ് കൂടിയാണ് ദൈവം. അങ്ങനെ രക്ഷകർത്താവായിരിക്കുന്ന ദൈവത്തിനെ ഹിന്ദുക്കൾ വിഷ്ണു, മഹാവിഷ്ണു എന്ന് വിളിക്കുന്നു. ക്രിസ്ത്യൻസ് രക്ഷക എന്ന് വിളിക്കാറില്ലേ യേശുവിനെ? രക്ഷകൻ വരും എന്ന് തന്നെയാണല്ലോ പ്രവചനം. യഹൂദ ജനത്തിന്റെ രക്ഷകൻ വരും, കാലിത്തൊഴുത്തിൽ ജനിച്ചു. ഇപ്പൊ രക്ഷകനല്ലേ ദൈവം? രക്ഷകനാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ റബ്ബ് എന്ന് വിളിക്കും. റബ്ബ് എന്ന് വെച്ചാൽ അർത്ഥം രക്ഷകൻ എന്നാണ്, രക്ഷിക്കുന്നവനാണ്. അപ്പൊ സൃഷ്ടിക്കുന്നവനും രക്ഷിക്കുന്നവനുമാണ് ദൈവം. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഒന്നായിരിക്കുകയല്ലേ? രക്ഷിക്കുന്നു, സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു. ഇനി ഇതിന്റെ അവസാന ചക്രത്തിൽ എത്തി നിൽക്കുന്ന ആളും ദൈവം തന്നെയല്ലേ? കാരണം എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിലാണ്. ഹിന്ദുക്കൾ അങ്ങനെ അവസാനത്തെ ആളിനെ, ഇതിനെല്ലാം ലയിപ്പിക്കുന്ന ആളിനെ ശിവൻ എന്നാണ് വിളിക്കുന്നത്. സ്വാഭാവികമായും ക്രിസ്തു മതവിശ്വാസത്തിലും മുസ്ലിം മതവിശ്വാസത്തിലും ഇതെല്ലാം അവസാനിപ്പിക്കുന്ന ദൈവ സ്വഭാവത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അങ്ങനെ ഒരേ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ
നമുക്കത് 3 അന്യ വ്യക്തിത്വങ്ങളാണെന്ന് കരുതാൻ കഴിയില്ല. അവരെ നമ്മൾ ദൈവം എന്ന് വിളിച്ചാൽ 3 വിളിക്കുന്ന ആളിന് ഒന്ന് തന്നെയാണ്. വ്യത്യസ്ത പേര് കൊടുത്തത് കൊണ്ട് അതിന് അധിഷ്ഠിതമായി വരുന്ന ആചാര സംഹിതകൾ വ്യത്യാസമായിരിക്കണം എന്ന് ഒരു കാര്യവുമില്ല. അങ്ങനെ ആചാര രീതികൾ വ്യത്യസ്തമാകുന്നിടത്താണ് മതങ്ങൾ വരുന്നത്. ഒരിക്കലും അത് പ്രതിപാദിക്കുന്ന തത്വങ്ങളിൽ വ്യത്യാസം ഇല്ലാതിരിക്കുമ്പോഴും മതങ്ങൾ പ്രവേശിക്കുന്നു. മതങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവരൊന്നാകാൻ കഴിയാതെ വിഘടിച്ചു നിൽക്കുന്നു. അത് ദൈവനിന്ദയാണ്. ഒരു വ്യക്തി ആ വ്യക്തി ജനിച്ചു വളർന്ന മതത്തിൽ പ്രതിപാദിക്കുന്ന ദൈവത്തെ ആദരിക്കുകയും മറ്റൊരു ദൈവത്തെ അനാദരിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, അവൻ സ്വന്തം ദൈവത്തെ തന്നെയാണ് അനാദരിക്കുന്നത്. കാരണം ദൈവ സിദ്ധാന്തങ്ങളിൽ നമ്മൾ ഉള്ളറകളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കിതെല്ലാം എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാകും. നമ്മൾ ഇനിയും ദൈവത്തിന്റെ രൂപപരിണാമങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത ആഴ്ച അതിന് നമുക്ക് ശ്രമിച്ചു നോക്കാം. നന്ദി, നമസ്തേ.